കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർ ഗാർഡൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പദയാത്ര നടത്തി കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി. ചേലക്കര കാളിയ റോഡിൽ നിന്നും ആരംഭിച്ച 2 ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്ര ഞായറാഴ്ച വെങ്ങാനെല്ലൂരിലാണ് സമാപിക്കുക. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചേലക്കരയുടെ പ്രതിപക്ഷ നേതാവുമായ ടി ഗോപാലകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനായി നയിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 10 വർഷത്തെ വികസന മുരടിപ്പിനെതിരെ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റി നടത്തുന്ന പദയാത്ര DCC ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പരിപാടിയും നടപ്പാക്കാൻ കഴിയാത്ത ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കുറ്റവിചാരണയാണ് ഇന്നും നാളെയുമായി ഈ പഞ്ചായത്തിൽ നടക്കുന്ന ഈ ജാഥയിൽ നമ്മൾ ജനങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ പഞ്ചായത്ത് രാജ് നിയമം, രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് പഞ്ചായത്ത് രാജ് നിയമം നടപ്പാക്കിയത് ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് നടപ്പാക്കിയത്. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് കേവലം പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണമാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇപ്പൊ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ചിട്ടുള്ളൊരു പ്രസ്താവന പത്രങ്ങളിൽ കാണുവാൻ സാധിക്കുകയുണ്ടായി. ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പാർപ്പിട പരിപാടി, അതിൽ ലൈഫ് പദ്ധതിയിൽ 500 വീടുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടിയിൽ അത് കേവലം 200-ൽ താഴെയാണ് എന്നാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണോ അതോ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിട്ടുള്ള മറുപടിയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ രണ്ടാം ഘട്ടം 2020-ൽ പാർപ്പിടമില്ലാത്ത വീടുകളില്ലാത്ത ആളുകളുടെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള അപേക്ഷകൾ പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 1200-ഓളം വീടില്ലാത്ത ഗുണഭോക്താക്കളെയാണ് കണ്ടുവച്ചിട്ടുള്ളത്. അവർ തന്നെ അന്വേഷിച്ചിട്ടുള്ള 1200 ഗുണഭോക്താക്കളെയാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. ആ 1200 ഗുണഭോക്താക്കളിൽ കഴിഞ്ഞ ഈ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 200 പേർക്കാണ് വീട് കൊടുത്തുള്ളതെന്നാണ് കാണാൻ സാധിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചുവെന്നും തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്നും വന്യമൃഗശല്യങ്ങളിൽ നിന്നും കർഷകരെ സംരക്ഷിക്കാതെ അലംഭാവം കാണിച്ചെന്നും ഉൾപ്പെടെ നിരവധിയാർന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതിക്കെതിരെ 2 ദിവസങ്ങളിലായി പദയാത്ര സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TM ഉണ്ണികൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറിമാരായ TA രാധാകൃഷ്ണൻ, ജാഥ ക്യാപ്റ്റൻ T ഗോപാലകൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ വിനോദ് പന്തലാടി, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PM അനീഷ്, PC മണികണ്ഠൻ, T നിർമ്മല, P അച്ഛൻകുഞ്ഞ്, അബൂബക്കർ സിദ്ദീഖ്, A അസനാർ, TA കേശവൻകുട്ടി, T ഗിരിജൻ, പ്രദീപ് നമ്പ്യാത്ത്, ഗീത ഉണ്ണികൃഷ്ണൻ, K രാധാകൃഷ്ണൻ, VK നിർമ്മല തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചേലക്കര കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനായും മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി വൈസ് ക്യാപ്റ്റനായി നയിക്കുന്ന ജനകീയ വിചാരണയും കുറ്റപത്ര സമർപ്പണവുമെന്ന ഐതിഹാസികമായ പദയാത്രയിത ഈ വാഹനത്തിന് തൊട്ടുപിറകിലായിക്കൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ഇടതുപക്ഷത്തിന്റെ നെറികെട്ട ന്യൂസ് ചേലക്കര. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും.
കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.